പിട്ടാപ്പള്ളി പാലക്കാടിലേക്ക് സ്വാഗതം. വാഷിംഗ് മെഷീൻ സെഗ്മെൻറ്റ്സും പുതിയ കളക്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. നമുക്ക് എല്ലാ തരത്തിലുള്ള ബ്രാൻഡ്സും കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബ്രാൻഡ്സും അതുപോലെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. നല്ല ഡിസ്കൗണ്ട്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫീച്ചേഴ്സ് കൂടിയതും അല്ലാത്ത ബേസിക് മോഡൽസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള എല്ലാ മോഡൽസും, അത് പ്രൈസ് ആണെങ്കിലും പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. നല്ല നല്ല ഓഫേഴ്സും നല്ല ഡിസ്കൗണ്ട്സും പിട്ടാപ്പള്ളി തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് നോക്കാം. നമുക്ക് സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീൻസ് ഉണ്ട്. അതേപോലെ തന്നെ LG, ബോഷ്, IFB, പാനസോണിക്, അങ്ങനെ എല്ലാ തരത്തിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ബ്രാൻഡ്സും നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട്. അതിൽ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാത്തിനും നമുക്ക് നോക്കിയെടുക്കാവുന്ന തന്നെയാണ്. നല്ല കളക്ഷൻസും അതുപോലെ തന്നെ ഇഷ്ടംപോലെ കളർ ചേഞ്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽസ് അടക്കം നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതിലേക്ക് കിടക്കാം. സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീൻസ് വരുന്നുണ്ട്. ബേസ് മോഡലായിട്ടുള്ളതും വരുന്നുണ്ട്, അല്ലാത്തതും വരുന്നുണ്ട്. ഇത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. നമുക്ക് 2-3 ടൈപ്പാണ് ടോട്ടൽ വരുന്നത്. ഒന്ന് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വരുന്നുണ്ട്, ടോപ്പ് ലോഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് സെമി ഓട്ടോമാറ്റിക്കിലേക്ക് പോകാം. ഇല്ല അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് പ്രീമിയം മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ലോഡ്സിലേക്കായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. നമുക്ക് ഡോറ് ഫ്രണ്ടിലേക്ക് വരുന്ന ടൈപ്പുള്ളതാണ്. അതിനാണ് ഫ്രണ്ട് ലോഡ് എന്ന് പറയുന്നത്. പിന്നെ ഫീച്ചേഴ്സ് പലതിനും പല ടൈപ്പാണ് വരുന്നത്. ചിലതിൽ അഡീഷണൽ ഫീച്ചേഴ്സുകളും വരണം. ഈ പറഞ്ഞ പോലെ പ്രീമിയം മോഡൽസിനാണ് അതുപോലെ വരുന്നത്. പിന്നെ ഇൻബിൽറ്റ് സ്റ്റീമും കാര്യങ്ങളും വരുന്ന മോഡൽസൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻസിനും വരുന്നത്. ഈ പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ തന്നെ രണ്ടാമത്തെ മോഡൽ വേറെ വരുന്നത് 6 kg തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ്. 6 kg, 7 kg, 7.5, 8 kg അങ്ങനെ പല മോഡൽസും വരുന്നുണ്ട്. ഇത് വരുന്ന സാംസങ്ങിൻ്റെ 7 kg വരുന്ന മോഡലാണ്. ഇത് ഇതേപോലെ കളർ ചേഞ്ച് കാര്യങ്ങൾ വരുന്നു. ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് ഒരേപോലെ വരുന്ന മോഡൽസൊക്കെ തന്നെയാണ്. കളർ ചേഞ്ച് ഉണ്ട്. ഇത് kg കൂടിയതാണ്. അത് 6 kg, ഇത് 7 kgയിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ വേറൊരു ബേസ് മോഡൽ വരുന്നതാണ് ഇത് വരുന്നത്. പിന്നെ അതേപോലെ ഇതും അതേപോലെ തന്നെ സെയിം തന്നെ കളർ ചേഞ്ച് മാത്രമാണ് വൈറ്റും ആഷും വരുന്നുണ്ട്. ഇത് മാത്രം മാറ്റുള്ളൂ. ബാക്കി എല്ലാം വെച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സ് എല്ലാം ഒരേ തന്നെയാണ്. സാംസങ്ങിൻ്റെ 8 kg വരുന്നുണ്ട്. അതേപോലെ തന്നെ ബോഷ്, ഇത് ബോഷിൻ്റെ വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഫീച്ചേഴ്സും ഒരേപോലെ തന്നെയാണ് വരുന്നത്. സ്റ്റീമും കാര്യങ്ങളും എല്ലാം വരുന്ന മോഡൽസ് തന്നെയാണ്. പിന്നെ ഇതിലും കളർ ചേഞ്ച് വരുന്നത് തന്നെയാണ്. വൈറ്റ് വരുന്നുണ്ട്, ആഷ് വരുന്നുണ്ട്, പിന്നെ നോർമലി IFBയുടെ വരുന്നുണ്ട്, ബോഷിൻ്റെ. പിന്നെ LG, സാംസങ്, LG, ബോഷ്, IFB, ഇത് IFBയുടെ ഒക്കെ വരുന്ന മോഡൽസാണ്. ബേസ് മോഡൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ IFBയുടെ ഒരു 27,000 ആ റേഞ്ചിന് നമുക്ക് നല്ല മോഡൽസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നതാണ്. ഒരു എല്ലാം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന സ്റ്റീമും കാര്യങ്ങളെല്ലാം വരുന്ന മോഡൽസ് തന്നെയാണ് വരുന്നത്. ഇതും ഇതേപോലെ തന്നെ ഡോറിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ എന്നല്ലാതെ ഓൾമോസ്റ്റ് എല്ലാത്തിനും ഒരേപോലെ തന്നെ. IFBക്ക് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം വാറണ്ടീസ് കുറച്ച് കൂടുതലായിരിക്കും. ഒരു 4 year വാറണ്ടി വരുന്നുണ്ട്. ഫുൾ വാറണ്ടി 4 years വരുന്നുണ്ട്. അതേപോലെ തന്നെ 10 year മോട്ടോർ വാറണ്ടി, അതെല്ലാ ബ്രാൻഡ്സിനും ഒരേപോലെ തന്നെ ആയിരിക്കും. IFBക്ക് അഡീഷണൽ വരുന്നത് ഒരു 10 year സ്പെയർ സപ്പോർട്ട് കൂടി കൊടുക്കും. അതായത് 10 വർഷത്തേക്ക് അവർ കസ്റ്റമർ എടുക്കുന്ന ഏത് മോഡലാണെങ്കിൽ ശരി ആ മോഡലിന് അവർക്ക് സ്പെയർ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു 10 വർഷത്തേക്ക് അവർക്ക് എന്തായാലും ആ ഒരു മോഡലിന് സ്പെയർ അവരുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ IFBയുടെ അതേപോലെ തന്നെ നമുക്ക് 7 kg വരുന്നുണ്ട്, 8 kg വരുന്നുണ്ട്, ബേസ് മോഡലായിട്ടുള്ള ഈ 6 kg വരുന്നുണ്ട്. 6 kg ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 26, 27 ഈ റേഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. സ്റ്റീമും കാര്യങ്ങളെല്ലാം വരുന്ന മോഡൽസ് തന്നെയാണ് വരുന്നത്. പിന്നെ LGയിൽ പറയുമ്പോൾ അത്യാവശ്യം പ്രീമിയം മോഡൽസ് നന്നായിട്ട് പോകുന്ന സാധനങ്ങളാണത്. ഇത് 10 കിലോൻ്റെ വരെ വരുന്നത്. ഇത് 10 കിലോൻ്റെ മോഡലാണ് വരുന്നത്. നല്ല ഡിസൈനും നല്ല കളേഴ്സും കാര്യങ്ങളാണ് വരുന്നത്. ഡോറടക്കം നല്ല രീതിക്ക് വരുന്ന സാധനമാണ്. ഈ പറഞ്ഞ പോലെ സ്റ്റീമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ 9 kg വരുന്നുണ്ട്, 8 kg വരുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ വരുന്നു എന്നല്ലാതെ വേറെ ഇതൊന്നുമില്ല. KGയിൽ വരുന്ന മാറ്റങ്ങൾ പ്രൈസിലും അതുപോലെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മോഡൽസ് മാത്രമാണ് നമുക്കിവിടെ പിട്ടാപ്പള്ളിയിൽ കൂടുതൽ ഇറക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് മാത്രം, അല്ലാതെ ലോക്കലായിട്ടുള്ള ഒരു ബ്രാൻഡ്സും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നല്ല ബ്രാൻഡ്സ് മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഫ്രണ്ട് ലോഡ് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ലോഡ്സും അതേപോലെ തന്നെ ടോപ്പ് ലോഡ്സിലേക്ക് പോവാം. ടോപ്പ് ലോഡ്സ് ഈ പറഞ്ഞ പോലെ ബോഷും IFBയും LG, സാംസങ് എല്ലാം നമുക്ക് എല്ലാം വരുന്നുണ്ട്. കെൽവിനേറ്റർ അടക്കം നമുക്ക് ബേസ് മോഡലായിട്ട് നമുക്ക് അത്യാവശ്യം ബഡ്ജറ്റിൽ വരുന്ന മോഡൽസാണ് കെൽവിനേറ്റേഴ്സിൻ്റെയൊക്കെ. നല്ല വാഷിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം വരുന്ന മോഡൽസ് തന്നെയാണ്. ബോഷിൻ്റെ ഇതേപോലെ തന്നെ നമുക്ക് ടോപ്പ് ലോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോറ് മുകളിലേക്ക് വരുന്നതാണ്. ഇത് ബോഷിൻ്റെ വരുന്നത് നമുക്ക് സോഫ്റ്റ്നർ ഡിസ്പെൻസ് പൗഡറും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ തന്നെ. ഇതിലും നമുക്ക് വരുന്ന മോഡൽസ് ചില മോഡൽസ് നമുക്ക് സ്റ്റീമും കാര്യങ്ങളും വരുന്നത് കൊണ്ട് അതുപോലെ തന്നെ ഹോട്ട് വാഷും കാര്യങ്ങളും വരുന്ന മോഡൽസും ഉണ്ട്. ഇതിപ്പോൾ ബോഷിൻ്റെ വരുന്നതാണ്. അത്യാവശ്യം നമുക്ക് ഒരു 15,000 ആ റേഞ്ചിൽ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ
സ്റ്റാർട്ടിങ് വരുന്നത്. 15,000 ബിലോ 15 വരുന്ന മോഡൽസും ഉണ്ട്. ഫീച്ചേഴ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു എന്നല്ലാതെ കാണിച്ചു തരാം. അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് ഇപ്പോൾ ടോപ്പ് ലോഡിൽ തന്നെ 2-3 ഇപ്പോൾ ടോപ്പ് പാനൽ വരുന്നതുണ്ട്, അതുപോലെ തന്നെ ബോട്ടം പാനൽ വരുന്നതുണ്ട്. അങ്ങനെ 2-3 മോഡൽസും കൂടി വരുന്നുണ്ട്. പിന്നെ IFBയുടെ പുതിയ മോഡലാണിത്. ഇതേപോലെ തന്നെ ഇത് ഡൗൺ പാനൽ വരുന്നതാണ്. നമുക്ക് ഡോറുകൾ അതിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഏത് ബ്രാൻഡാണെങ്കിൽ ശരി അതിലടക്കം മാറ്റങ്ങൾ വരുന്നുണ്ട്. സോഫ്റ്റ് ക്ലോസിങ് ഡോറിങ് വരുന്നുണ്ട്, നോർമലായിട്ടുള്ള ഡോറും വരുന്നുണ്ട്. സോഫ്റ്റ് ക്ലോസിങ് ഡോർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് താഴത്തേക്ക് ഡോർ വീഴില്ല, അതാണ് അതിൻ്റെ ഒരു ഗുണം വരുന്നത്. ഇതുപോലെ തന്നെയാണ് സോഫ്റ്റ് ക്ലോസിങ് ഡോർ വരുന്നത്. മറ്റുള്ള നോർമലി ഒരു ബേസ് മോഡൽ ഏതാണെങ്കിൽ ശരി അതിനൊക്കെ സോഫ്റ്റ് ക്ലോസിങ് ആയിരിക്കില്ല, നോർമലായിട്ടുള്ളതായിരിക്കും. ഒന്ന് സൂക്ഷിക്കേണ്ട ആവശ്യം കൂടി വരുന്നുണ്ട്. പിന്നെ IFBയുടെ 6.5 kg വരുന്നുണ്ട്. ഇതും ഇതേപോലെ തന്നെയാണ് വരുന്നത്, 6.5 kg. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ് IFB ഒക്കെ വരുന്നത്. IFB എന്ന് മാത്രമല്ല എല്ലാതും നല്ല രീതിക്ക് പോകുന്നതാണ്. പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്, മറ്റുള്ളവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ഒരു ബ്രാൻഡും കൂടിയാണ് IFB. കൂടുതലും കസ്റ്റമേഴ്സ് വന്ന് ചോദിക്കുന്ന ഒരു ബ്രാൻഡും കൂടിയാണ് IFB എന്നുള്ളത്. IFBയും ബോഷൊക്കെ നന്നായിട്ട് ചോദിച്ച് വരുന്ന കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ്, നല്ല രീതിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത് സോഫ്റ്റ് ക്ലോസിങ് ഡോർ അല്ല. അതുപോലെ പാനസോണിക്കിൻ്റെ വരുന്നുണ്ട്. പാനസോണിക്കിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മോട്ടോർ പവറും കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലായിരിക്കും. ഒരു 430 വാട്ട്സ് വരുന്ന മോട്ടറൊക്കെയാണ് ഈ 7.2ൽ വരുന്നത്. ഈ പറഞ്ഞ ഇതിൽ 6.5ഉം കാര്യങ്ങളും വരുന്നുണ്ട്. 7.2 തന്നെ നമുക്ക് ഏകദേശം ഒരു 17 രൂപ 18 രൂപയുടെ ഉള്ളിലൊക്കെ തന്നെ വരുന്നുള്ളൂ. അതായത് നല്ല പോപ്പുലർ ആയിട്ടൊരു ബ്രാൻഡ് കൂടിയാണ്. ബഡ്ജറ്റ് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ബഡ്ജറ്റ് കുറഞ്ഞ ഒരു മോഡലും കൂടി വരുന്നുണ്ട്. വാഷിംഗ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം പക്കയാണ് എല്ലാത്തിനും വരുന്നത്. സാംസങ്ങും അതേപോലെ തന്നെ ബേസ് മോഡൽ തൊട്ട് വരുന്നുണ്ട്. 6.5 വരുന്നുണ്ട്, 7 വരുന്നുണ്ട്, 8 വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് ചില കസ്റ്റമേഴ്സിന് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷേ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് ബേസ് ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത്. വാഷ് പ്രോഗ്രാംസും കാര്യങ്ങളും മാറ്റങ്ങൾ വരുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് വാഷിംഗ് ക്വാളിറ്റിയിലൊന്നും വ്യത്യാസമൊന്നും വരുന്നില്ല ടോപ്പ് ലോഡ്സിലൊക്കെ തന്നെ. അതേപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് പാനലിൽ വ്യത്യാസം, നമുക്ക് ടോപ്പ് പാനൽ വരുന്നുണ്ട്, അതൊരു ബോട്ടം പാനൽ വരുന്ന മോഡൽസ് ഉണ്ട്, എല്ലാം വരുന്നത്. അത് ഓരോ കസ്റ്റമേഴ്സിന് ഇഷ്ടം പോലെയാണ് വരുന്നത്. ഇതും പുതിയ മോഡൽ സാംസങ്ങിൻ്റെ വരുന്നത്, ടോപ്പ് പാനലിൽ ഏറ്റവും ലേറ്റസ്റ്റ് വന്നതാണ്, നമുക്ക് ലേറ്റസ്റ്റ് മോഡലാണിത്. ഇതും ഇതേപോലെ തന്നെയാണ്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും വാഷ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം വരുന്നു. സോഫ്റ്റ് ക്ലോസിങ് ഡോറും കൂടിയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഗോദ്രേജ് വരുന്നുണ്ട്, LG വരുന്നുണ്ട്. LGക്കൊക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഫീച്ചേഴ്സോടുകൂടെ കുറച്ച് ബഡ്ജറ്റ് ഒരു പൊടിക്ക് കൂടുതലാണെങ്കിലും പക്ഷേ നല്ല രീതിക്ക് ക്വാളിറ്റി ബേസ്ഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് LGയുടേതൊക്കെ. നമുക്ക് സ്റ്റീം വരുന്ന മോഡൽസ് ഉണ്ട് ടോപ്പ് ലോഡ്സിന്. ഇതിപ്പോൾ നമുക്ക് വരുന്നത് 9 kgയുടെ ആണ്. ടർബോ ഡ്രം ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. നോർമലി എല്ലാ ഒരു ടോപ്പ് ലോഡ്സ് വാഷിംഗ് മെഷീൻസിനും ഡ്രം മാത്രമാണ് കറങ്ങുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് പൾസറേറ്റർ അടക്കം കറങ്ങുന്നതാണ്. അതായത് ഒരു ഡ്രം വന്നിട്ട് ക്ലോക്ക് വൈസിലാണെങ്കിൽ നമുക്ക് പൾസറേറ്റർ വന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ, അതായത് വാഷ് ക്വാളിറ്റി കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. നല്ല മൂവിങ് ആയിട്ടുള്ള മോഡൽസാണ് നമുക്ക് LGയിലൊക്കെ വരുന്നത്. ബേസ് മുതൽ ഈ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സ് അടങ്ങിയതടക്കം നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗോദ്രേജിനെ, പണ്ടത്തെ ഗോദ്രേജ് എല്ലാവർക്കും അറിയാം. പണ്ട് ഗോദ്രേജ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് വരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഗോദ്രേജും വേൾപൂളും ഇതൊക്കെ നല്ല പണ്ട് മുതലേ ഉള്ളൊരു ബ്രാൻഡ് ആയതുകൊണ്ട് എപ്പോഴും ഗോദ്രേജും വേൾപൂളും ഫസ്റ്റ് ചോദിച്ച് വരുന്ന ആൾക്കാരാണ് വരുന്നത് കൂടുതലും. ഇപ്പോഴും അതേപോലെ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളും അതേപോലെ തന്നെ ഒരു ഫീച്ചേഴ്സ് കാലത്തിനൊത്ത് കോലം മാറുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് അടക്കം നന്നായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർ ടോപ്പ് ലോഡ്സിലും സെമിയിലും ഫ്രണ്ട് ലോഡ്സ് നമുക്ക് ഗോദ്രേജിൻ്റെ അധികം വരുന്നില്ല. അത് പൊതുവേ നമുക്ക് വിപണിയിൽ കുറവാണ് ഫ്രണ്ട് ലോഡ്സ്. പക്ഷേ വേൾപൂളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട് ലോഡും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല പ്രൈസ് റേഞ്ച് കുറഞ്ഞ രീതിയിൽ നല്ല രീതിക്ക് ഉള്ള മോഡൽസ് നമുക്ക് വരുന്നുണ്ട്. ഏകദേശം 6 kgക്ക് തന്നെ നമുക്ക് 1200 RPM ഒക്കെ വരുന്ന മോഡൽസാണ് നമുക്ക് വരുന്നത്. പിന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നൊരു മോഡൽ കെൽവിനേറ്റർ ആകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ 6.5 ഒക്കെ നമുക്ക് ഓഫർ പ്രൈസ് 15,500 ആണ്. പക്ഷേ പിട്ടാപ്പിള്ളിയുടെ ഒരു ഓഫർ വരുന്നുണ്ട്, 13,900 എന്നുള്ള റേറ്റിൽ നമുക്ക് ഈ കെൽവിനേറ്റർ കിട്ടും. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്, 6.5. അതിൽ നമുക്കൊരു BPL ഒരു കെൽവിനേറ്ററും BPL ഇപ്പോൾ ഒരേ ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർക്കൊരു അയൺ ബോക്സും കൂടി നമ്മൾ ഗിഫ്റ്റായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പിട്ടാപ്പിള്ളിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ മോഡൽസിനും ചില പർട്ടിക്കുലർ മോഡൽസിനും നമുക്ക് ഗിഫ്റ്റ് കാര്യങ്ങൾ, ഓഫേഴ്സ്, ഡിസ്കൗണ്ട്സ് കാര്യങ്ങൾ എല്ലാം പോകുന്നുണ്ട് ഇപ്പോൾ നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം നമ്മുടെ ഒരു പിട്ടാപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല പരിചയമുള്ള ബ്രാൻഡും കൂടി ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ വേൾപൂളിൻ്റെ വരുന്ന മോഡൽസ്, വേൾപൂളിൻ്റെ ഇതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് മറ്റുള്ള ബ്രാൻഡ്സിൽ ഇല്ലാത്ത തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്ക് ഹോട്ട് വാഷ് വരുന്നുണ്ട്, ഹാർഡ് വാട്ടർ വാഷ് വരുന്നുണ്ട്. അതായത് കട്ടി കൂടിയ വെള്ളം സോഫ്റ്റ് ആക്കിയിട്ട് തുണി അലക്കുന്നതിനാണ് ഈ ഹാർഡ് വാട്ടർ വാഷ് കൊടുക്കുന്നത്. അതിൽ ഹോട്ട് വാഷ് നമുക്ക് ഇൻബിൽഡ് സ്റ്റീമല്ല ഇൻബിൽഡ് ഹോട്ട് വാഷും കാര്യങ്ങളും വരുന്ന മോഡൽസാണ് ഇതൊക്കെ. അതേപോലെ ബേസ് മോഡൽസും കാര്യങ്ങളും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്കൊരു 16 രൂപ 17 രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ മോഡൽസും നമുക്ക് വേൾപൂളിൽ തന്നെ ഉണ്ട്. എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ പറ്റുന്നൊരു മോഡൽ തന്നെയാണ് വേൾപൂൾ എന്നുള്ളത്. പണ്ട് മുതൽക്കേ ഉള്ളൊരു ബ്രാൻഡ് കൂടിയാണിത്.
അതിൽ തന്നെ കളർ ചേഞ്ച് അതുപോലെ ഫീച്ചേഴ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്. ഇത് നമുക്ക് ബേസ് ആയിട്ട് വരുന്ന മോഡൽസാണ്. ഈ പറഞ്ഞ പോലെ ടഫ് ആൻഡ് ഗ്ലാസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് സേഫായി യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ സെമി ഓട്ടോമാറ്റിക്കിന് ഓൾമോസ്റ്റ് എല്ലാത്തിനും വാറണ്ടി കാര്യങ്ങളൊക്കെ ഒരേപോലെ ആയിരിക്കും. 1-2 മോഡൽസിന് മാത്രമാണ് മോട്ടോർ വാറണ്ടി 10 ഇയേഴ്സിന് കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ വേൾപൂളിന് ഈ ഒരു മോഡലിന് നമുക്ക് 10 ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം എല്ലാത്തിനും വരുന്നത് 5 ഇയർ വാറണ്ടിയാണ് മോട്ടറിന് വരുന്നത്. പ്രൊഡക്റ്റിന് 2 ഇയർ ഉണ്ടാവും, അതുപോലെ മോട്ടറിന് വരുന്നത് 10 ഇയറും ഉണ്ട്, 5 ഇയേഴ്സും വരുന്നുണ്ട്. അതും നമുക്ക് എൽ ജിയും ഗോദ്രേജ്, പാനസോണിക്, സാംസങ് എല്ലാ ബ്രാൻഡ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ കെ ജിയിൽ മാത്രം മാറ്റങ്ങൾ വരുന്നുള്ളൂ. 6.5 ആയിരിക്കാം, 7 അത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതുള്ളൂ. 6.5 ഉണ്ട്, 7 ഉണ്ട്, 7.5 ഉണ്ട്, 10ഉം 11ഉം വരെ നമുക്ക് വരുന്നുണ്ട്. ചിലവർക്ക് നമുക്ക് ഹോട്ടൽ പർപ്പസിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് kg കൂടിയ മോഡൽസ് വരുന്നുണ്ട്. 14 kgs വരെ വരുന്ന മോഡൽസ് ഉണ്ട്. നമുക്ക് അതൊക്കെ ചൂസ് ചെയ്ത് എടുക്കാവുന്ന മോഡൽസേ ഉള്ളൂ.